ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ പെരുന്നാളായിട്ട് നമ്മൾ സ്പെഷ്യലായിട്ടാണ് ബട്ടർ ഫ്രൂട്ട് ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവക്കഡോ എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതിനായിട്ട് 1.5 കപ്പ് പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. കട്ടൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എല്ലായിടത്തും നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കും. എന്നിട്ട് നമുക്കിത് ഫ്ലെയിം ഓണാക്കി മീഡിയം ഫ്ലെയിം വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് കുറുക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ കുറുകി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കൈ വിടാണ്ട് വേണോട്ടാ മിക്സ് ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ അടി പിടിക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ അവക്കഡോ നന്നാക്കി എടുത്തിട്ട് നമ്മൾ ഒന്ന് ഫ്രീസറിൽ വെക്കണം. അടിക്കണേ മുന്നേ ഒന്ന് കുറച്ച് നേരം ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മളൊന്ന് മിക്സിയിലിട്ട് നല്ലോണം ക്രീമി ആയിട്ട് അടിച്ചെടുക്കാനായിട്ട്. നമുക്ക് വേഗം അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഐസ്ക്രീമിൻ്റെ ഡപ്പിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഏത് ഡപ്പി ആയാലും മതി, ഫുള്ളായിട്ട് ഒഴിച്ചെടുക്കുക. അതിന് ശേഷം കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കാഷ്നട്ടാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് ലെവൽ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഭംഗിക്ക് വേണ്ടി ചോക്കോ ചിപ്സും ബദാമോ അല്ലെങ്കിൽ കാഷ്യൂ ഏതായാലും ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മളിതൊന്ന് മൂടി വെച്ച് ഓവർനൈറ്റ് ഒന്ന് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. ഒരു 6-8 മണിക്കൂർ കഴിയാണ്ട് എടുക്കരുത്. അപ്പോൾ നമ്മൾക്ക് നല്ലോണം ഐസായിട്ട് വരുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഓവർനൈറ്റാണ് വെക്കണത്. അപ്പോൾ ഓവർനൈറ്റ് വെച്ചതിന് ശേഷം നമ്മൾ എടുത്തപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്നൊന്ന് എടുത്ത് നോക്കാം. ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് ചെയ്യാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ബട്ടർ ഫ്രൂട്ട് ഐസ്ക്രീം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യാം.